നമുക്ക് കട ഇത്തിരി ഉണ്ട്. ആരും ഒന്ന് സഹായിക്കാൻ പറ്റും. നമസ്കാരം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് അറുന്നൂറ്റിമംഗലം അമ്മഞ്ചേരിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാനിന്ന് ഒരു കുടുംബത്തിൻ്റെ വേദന നിങ്ങളോട് പങ്കുവയ്ക്കുവാനാണ് വന്നിട്ടുള്ളത്. സിന്ധു, സന്തോഷ് എന്ന് പറയുന്ന രണ്ട് ദമ്പതികൾ, അവരുടെ രണ്ട് മക്കൾ. അതിലൊരു മകൾ ജന്മന തളർന്ന ഒരവസ്ഥയിലാണ്. അപ്പം അവരുടെ വീടും കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ ഒരു ജപ്തിയുടെ വക്കിലെത്തി നിൽക്കുകയാണ്. ഏകദേശം ഒരു 9 ലക്ഷം രൂപയുടെ കടമാണ് ഇപ്പോൾ അവർക്കുള്ളത്. ഈ മകളുടെ ചികിത്സാ ചെലവുകളും അതുപോലെ തന്നെ ഒരു 4ാം ക്ലാസ്സുകാരായ മകൾ കൂടിയുണ്ട്. ആ മകളുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഈ കുടുംബം ഉടനെ തന്നെ ഈ വീട് വിട്ടിറങ്ങേണ്ട ഒരു അവസ്ഥയിലാണ്. കാരണം ഈ വീട് വിട്ടിറങ്ങി കഴിഞ്ഞാൽ അവർക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പോലും അറിയില്ല. അപ്പം നല്ലവരായ പ്രേക്ഷകരുടെ ഏതെങ്കിലും നല്ല സുമനസ്സുകളുണ്ടെങ്കിൽ അവരുടെ എന്തെങ്കിലും സഹായം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് സിന്ധു. ഞാൻ അറുന്നൂറ്റിമംഗലം അമ്മഞ്ചേരി താമസിക്കുന്നു. എനിക്കൊരു മോളുണ്ട്, വയ്യാത്തതാണ്. അവിടെ ചികിത്സ കാര്യങ്ങളുമായിട്ട് ഒത്തിരി കടബാധ്യതകളുണ്ട് എനിക്ക്. പിന്നെ എനിക്ക് അസുഖം വന്ന് കാലിൻ്റെ വിരലുമൊക്കെ മുറിച്ച് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലിരിക്കുക. മോളെ നോക്കുന്ന കാര്യത്തിലാണ് ബുദ്ധിമുട്ട്. ഹസ്ബൻഡ് മരത്തിൽ നിന്ന് വീണ് കൈ വയ്യാത്തതാണ്. ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് മോള് വയ്യാത്ത, അവളെ 2 പേര് വേണം നോക്കാൻ. ജോലിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് അവളെ നോക്കാൻ ബുദ്ധിമുട്ടാണ്. വേറെ കടബാധ്യത കിടക്കുന്നതുകൊണ്ടാണ്. അവൾ ജന്മന വയ്യാത്തതാണ്. ഇപ്പം 2 പേർക്ക്, ഇപ്പം അമ്മയ്ക്കും വയ്യാതായി, അച്ഛനും വയ്യാതായി. അപ്പം അവളെ നോക്കുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ട്. കടങ്ങളേറെ ഉണ്ട്. വീട് സ്ഥലവും ജപ്തിയായി കിടക്കുകയാണ്. അതിൻ്റെ എന്തെങ്കിലും ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെ അവിടെ കാര്യമാണ് കൂടുതലും നോക്കേണ്ടത്. കൂലിപ്പണിയാണ്. മോള് അഭിരാമി 16 വയസ്സായി. അവൾ നടക്കത്തില്ല. അപ്പോൾ അവളെ നോക്കാൻ 2 പേരുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പണിക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. കൈക്ക് വയ്യായ്മയുണ്ട്. പിന്നെ ഭാര്യയുടെ കാലിൽ ഒരു വിരൽ മുറിച്ചിട്ടുണ്ട്. കുഞ്ഞിന് അതുപോലെ വയ്യായ്മയാണ്. അപ്പം അവളെ നോക്കേണ്ടതിന് 2 പേരുടെ ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അവൾ കടബാധ്യത ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇതിനിറങ്ങി തിരിച്ചിരിക്കുന്നത്.